ഹായ് എവരി വൺ. +2 അക്കൗണ്ടൻസി പാർട്ട് 2 AFSൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്താണ്, ആ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വിവിധ ടേംസ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ആദ്യമായിട്ട് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ചൊന്ന് പറയാം. എ കമ്പനി ബീങ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ cannot generate its own capital which has necessarily to be collected from several persons. These persons are known as shareholders and the amount contributed by them is called share capital. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, നിയമം മൂലം ഉണ്ടാക്കപ്പെടുന്ന, ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കൃത്രിമമായിട്ടുള്ള വ്യക്തിയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഉണ്ടായിരിക്കില്ല, സ്വന്തമായിട്ട് ക്യാപിറ്റൽ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കമ്പനി എന്താണ് ചെയ്യുന്നത്? കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ ടോട്ടൽ ക്യാപിറ്റലാണ്. ആ ക്യാപിറ്റലിനെ ഒരേ മുഖവിലയുള്ള ഐഡൻറ്റിക്കൽ വാല്യൂ ഉള്ള ഒരുപാട് ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10 രൂപ മുഖവിലയുള്ള 1 ലക്ഷം ഷെയറുകൾ. അപ്പോൾ 10 × 1 ലക്ഷം 10 ലക്ഷം രൂപ കമ്പനിയുടെ ക്യാപിറ്റൽ. ഈ 1 ലക്ഷം ഷെയറുകൾ എന്ത് ചെയ്യും? പബ്ലിക്കിന് ഓഫർ ചെയ്യും, വിൽപ്പനക്ക് വെക്കും. അപ്പോൾ അതിൽ നിന്ന് പൊതുജനങ്ങൾ അവർക്ക് ആവശ്യമുള്ള അത്രയും ഷെയറുകൾ അവർ പണം കൊടുത്ത് വാങ്ങിക്കും. അങ്ങനെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത്. അങ്ങനെ പണം കൊടുക്കുന്ന, കമ്പനിയുടെ ക്യാപിറ്റലിലേക്ക് പണം കൊടുക്കുന്ന ആ വ്യക്തികളെ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ടോട്ടൽ വാല്യൂ ഓഫ് ക്യാപിറ്റലിനെ നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്നും പറയുന്നു. അപ്പോൾ കമ്പനി ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് സ്വന്തമായി ക്യാപിറ്റൽ ഇല്ല. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്തു ചെയ്യും? ആ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ തുല്യമായ മുഖവിലയുള്ള ഒരുപാട് ഷെയറുകളായി ഡിവൈഡ് ചെയ്യും. ആ ഷെയറുകൾ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്ക് വിറ്റിട്ടാണ് ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത്. അങ്ങനെ പണം കൊടുത്ത ആ വ്യക്തികളെ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയും. ആ വ്യക്തികൾ കൊടുത്ത ആ എമൗണ്ടിനെ നമ്മൾ ടോട്ടൽ ആ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്നും പറയും. ഓക്കെ, ദെൻ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന കുറേ ടേംസ് ഉണ്ട്, കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത്. ആദ്യത്തേതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറേ രേഖകൾ വേണം, കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മുമ്പാകെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ആ മെമ്മോറാണ്ടത്തിൽ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്ന ആ ക്ലോസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ഈ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ വഴി സ്വരൂപിക്കാവുന്ന, റേസ് ചെയ്യാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ക്യാപിറ്റലിനെയാണ് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. The company cannot raise more than the amount of capital as specified in the Memorandum of Association. Memorandum of Associationൽ പറഞ്ഞിട്ടുള്ള ഈ എമൗണ്ടിലും കൂടുതൽ ആ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് യാതൊരു കാരണവശാലും സ്വരൂപിക്കാൻ സാധ്യമല്ല, അനുവാദമില്ല. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് നോമിനൽ ക്യാപിറ്റൽ ഓർ രജിസ്ട്രേഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ നമ്മൾ നോമിനൽ ക്യാപിറ്റൽ എന്നും രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയാനുള്ള കാരണം ദിസ് ക്യാപിറ്റൽ ഈസ് ഓൺലി ഇൻ നെയിം, പേരിൽ മാത്രമാണ്. അത്രയും എമൗണ്ട് കമ്പനി കളക്ട് ചെയ്തോളണമെന്നില്ല. രജിസ്ട്രേഷൻ സമയത്ത് അനുവാദം കിട്ടിയ അല്ലെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വെറുതെ പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ മാത്രമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇതിന് രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്ന് പറയാനുള്ള കാരണം കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ആയതുകൊണ്ട് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും പറയാറുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയാണ് അതിൻ്റെ ക്യാപിറ്റൽ. അതിനെ 1 ലക്ഷം ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 10 രൂപ മുഖവിലയാണ്.
ഇതാണ് കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ രജിസ്ട്രേഷൻ സമയത്ത് ഇവർ എഴുതി കൊടുത്തിട്ടുള്ളത്, ഈ കമ്പനി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് പറയാം ഇതാണ് ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. 10 രൂപ മുകളിലുള്ള 1 ലക്ഷം ഷെയറുകൾ, ടോട്ടൽ 10 ലക്ഷം രൂപ ഷെയർ ക്യാപിറ്റൽ. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ, മറ്റൊരു ടേം. Issued capital is the part of authorized capital which is actually offered to the public for subscription. The remaining part of authorized capital is known as unissued capital which can be issued later. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, 1 ലക്ഷം ഷെയർ, 10 രൂപ ഫേസ് വാല്യൂ, ടോട്ടൽ 10 ലക്ഷം ഷെയർ ക്യാപിറ്റൽ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ 50,000 ഷെയർ പബ്ലിക്കിന് വിൽപ്പനയ്ക്ക് വെച്ചു, വ്യക്തികൾക്ക് മറ്റു സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിൽപ്പനയ്ക്ക് വെച്ചു, കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 1 ലക്ഷം ഷെയറുകളിൽ 50,000 ഷെയർ മാത്രമാണ് പബ്ലിക്കിന് ഓഫർ ചെയ്തത്. അങ്ങനെ പബ്ലിക്കിന് ഓഫർ ചെയ്ത ആ പാർട്ടിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ ഓഫർ ചെയ്യാത്ത, പബ്ലിക്കിന് ഓഫർ കൊടുക്കാത്ത പാർട്ടിനെ നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കമ്പനിക്ക് പിന്നീട് ഫണ്ട് ആവശ്യമായി വരുന്ന സമയത്ത് അത്രയും ഭാഗം വീണ്ടും പബ്ലിക്കിന് സെയിൽ നടത്താവുന്നതാണ്, ഓഫർ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. When the shares offered for public subscription are subscribed fully by the public, the issued capital and subscribed capital would be the same. Subscribed capital എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഇഷ്യൂ ചെയ്തത് 50,000, നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 50,000 ഷെയറാണ് പബ്ലിക്കിന് ഓഫർ ചെയ്തത്. പബ്ലിക്കിൽ നിന്ന് 40,000 ഷെയർ വാങ്ങാനുള്ള ആളുകളെ വന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ 50,000 ഷെയറിൽ 40,000 ഷെയർ ഇൻറ്റു 10 രൂപ, 4 ലക്ഷം രൂപയാണ് ഈ കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അഥവാ 50,000-ൽ 40,000-ന് മാത്രമാണ് പബ്ലിക്ക് ആവശ്യപ്പെട്ടുള്ളൂ, അപേക്ഷ സമർപ്പിച്ചുള്ളൂ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ദെൻ ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന അടുത്ത ഒരു ടേമാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. Called up capital is that part of subscribed capital which has been called upon the shares. The company may decide to call the entire amount or part of the face value of the shares. Called up capital എന്ന് പറഞ്ഞാൽ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത, പൊതുജനങ്ങൾ സ്വീകരിച്ച, അപേക്ഷ നൽകിയ ആ ഷെയറുകളിൽ ആ ഷെയറിൻ്റെ ഫേസ് വാല്യൂ മുഴുവനായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം, 1 ലക്ഷം ഇൻറ്റു 10 രൂപ, 10 ലക്ഷമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതിൽ പബ്ലിക്കിന് ഓഫർ ചെയ്തത് ഇഷ്യൂഡ് ക്യാപിറ്റൽ 50,000 ഷെയറുകളാണ്, 10 രൂപ മുഖവിലയുള്ളതാണ്, അപ്പോൾ 5 ലക്ഷമാണ്. അതിൽ തന്നെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് പബ്ലിക്ക് അപേക്ഷ സമർപ്പിച്ചത്, ഇത്ര ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കിട്ടിയ അപേക്ഷകർ 40,000 ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 10 രൂപയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ദെൻ ആ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ എത്ര രൂപ ആ ഷെയർ ഹോൾഡേഴ്സിനോട് കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഭാഗത്തെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ 40,000 ഷെയറിനുള്ള അപേക്ഷകരുണ്ട്, 10 രൂപ ഫേസ് വാല്യൂ ഉള്ളൂ, 5 രൂപ ഇപ്പോൾ അടക്കണം എന്ന് കമ്പനി ആവശ്യപ്പെട്ടാൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 40,000 ഇൻറ്റു 5 അഥവാ 2 ലക്ഷം രൂപയാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. It is that portion of called up capital which has been actually received from the shareholders. കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട എമൗണ്ടിൽ നിന്നും മുഴുവൻ എമൗണ്ട് ഒരുപക്ഷെ കമ്പനിക്ക് യഥാസമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കമ്പനിയുടെ കയ്യിൽ വന്ന ക്യാഷ്. അത്രയും എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് കമ്പനിക്കുള്ളത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിലെ കോൾ ചെയ്ത ഭാഗത്തെ മുഴുവൻ എമൗണ്ടും എല്ലാ ഷെയർ ഹോൾഡേഴ്സും അടച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇനി കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ആ എമൗണ്ട് അടക്കാതെയും ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന്
ആ കിട്ടാത്ത എമൗണ്ട് മൈനസ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പെയ്ഡ് all the call amount, the called up capital is the same to the paid up capital. If any of the shareholders have not paid amount on calls, such amount may be called as calls in arrears. ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് ഈ കമ്പനി കോൾ ചെയ്ത എമൗണ്ട് മുഴുവനായി അടച്ചില്ലെങ്കിൽ ആ അടക്കാത്ത ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ്. Then uncalled capital. The portion of the subscribed capital which has not yet been called up is called uncalled capital. The company may collect this amount any time when it needs further funds. The portion of subscribed capital. നേരത്തെ പറഞ്ഞു 40,000 ആണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ 5 രൂപ വെച്ചിട്ട് അടക്കാൻ പറഞ്ഞു. അഥവാ ടോട്ടൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളതിൽ ഷെയർ ഹോൾഡേഴ്സിനോട് 5 രൂപ ഇപ്പോൾ അടച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ. ബാക്കി 5 രൂപ പിന്നീട് കമ്പനിക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്തായിരിക്കും അടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. അങ്ങനെ കമ്പനി കോൾ ചെയ്യാത്ത ആ ഭാഗത്തിന് അതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കമ്പനിക്ക് വീണ്ടും ഫണ്ട് ആവശ്യമുള്ള സമയത്ത് ഏത് സമയത്തും ആ ബാക്കി തുക കൂടി ഷെയർ ഹോൾഡേഴ്സിനോട് അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. ഓക്കെ, ദെൻ മറ്റൊരു ടേമാണ് റിസർവ് ക്യാപിറ്റൽ. എ കമ്പനി മേ റിസർവ് എ പോർഷൻ ഓഫ് its uncalled capital to be called up only in the event of winding up of the company. Such uncalled amount is called reserve capital of the company. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അൺകോൾഡ് ക്യാപിറ്റലിലെ ഒരു ഭാഗം കമ്പനി അടച്ചു പൂട്ടേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം കോൾ ചെയ്യാൻ വേണ്ടി, വിളിക്കാൻ വേണ്ടി, അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ മാറ്റിവെക്കുന്ന ആ അൺകോൾഡ് പോർഷനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് മാത്രം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അടച്ചു തീർക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റലാണ് റിസർവ് ക്യാപിറ്റൽ. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ ഈ വിവിധ ടേംസിനെ ഒരു ഡയഗ്രത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ വഴി സ്വരൂപിക്കാവുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ക്യാൻ ബി റേസ്ഡ് ബൈ എ കമ്പനി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്, വിച്ച് ഈസ് ഓഫേർഡ് ടു ദ പബ്ലിക്. പബ്ലിക് ഓഫർ നടത്തിയ, വിൽപ്പനക്ക് വെച്ച ആ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിലെ ഇഷ്യൂ ചെയ്യാത്ത ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. ദെൻ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. ഇഷ്യൂഡ് ക്യാപിറ്റലിൽ മുഴുവൻ പബ്ലിക് സ്വീകരിച്ചോളണമെന്നില്ല. അപ്പോൾ പബ്ലിക് സ്വീകരിച്ച അല്ലെങ്കിൽ അവർ അപേക്ഷ നൽകിയ പാർട്ട് ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യപ്പെടാത്ത ആ പോർഷനെ നമ്മൾ അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റൽ. പബ്ലിക് ആക്സെപ്റ്റ് ചെയ്ത, അപേക്ഷ സമർപ്പിച്ച ആ മുഴുവൻ വാല്യൂവും ഒന്നിച്ചടക്കാൻ വേണ്ടി കമ്പനി ആവശ്യപ്പെട്ടോളണമെന്നില്ല. അപ്പം അങ്ങനെ കമ്പനി അതിൻ്റെ അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട ഭാഗമാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ കോൾ ചെയ്യാത്ത ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയും. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. 5 രൂപ ഒരു ഷെയറിന് അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, കുറേ ആളുകൾ അടച്ചില്ല. ആ അടക്കാത്ത പോർഷനെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് പറയുക. അടച്ച ഭാഗത്തെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അടക്കാത്ത ഭാഗത്തെ കോൾസ് ഇൻ അരിയേഴ്സ്. ദെൻ റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതെന്തിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ്, കമ്പനി അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് അടച്ചു തീർക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കളക്റ്റഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾസ് ഇൻ അരിയേഴ്സ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ദ ഷെയർ ക്യാപിറ്റൽ വിൽ ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഈ പറഞ്ഞ ഷെയർ ക്യാപിറ്റലിനെ എങ്ങനെയാണ് കാണിക്കുന്നത്, അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ആദ്യം.
Sunrise Company New Delhi has registered its capital as rupees 40 lakhs divided into 4 lakh shares of rupees 10 each. സൺറൈസ് കമ്പനി ലിമിറ്റഡ് ന്യൂ ഡൽഹി അതിൻ്റെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 40 ലക്ഷം രൂപയാണ്. അഥവാ 4 ലക്ഷം ഷെയറുകൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ളത്. അപ്പോൾ 4 ലക്ഷം ഇൻറ്റു 10 40 ലക്ഷമാണ് കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ. അഥവാ ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ which can be raised by the issue of shares. The company offered to the public for subscription rupees 2 lakh shares of rupees 10 each. ഈ 4 ലക്ഷം ഷെയർസിൽ 2 ലക്ഷം ഷെയറുകൾ 10 രൂപ മുഖവിലയുള്ളത് ജനങ്ങൾക്ക് ഓഫർ ചെയ്തു, പബ്ലിക്കിന് ഓഫർ ചെയ്തു, പബ്ലിക്കിന് വിൽപ്പനയ്ക്ക് വെച്ചു. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത്? 2 രൂപ അപ്ലിക്കേഷൻ്റെ കൂടെ, 3 രൂപ അലോട്ട്മെൻറ്റ് സമയത്ത്, 3 രൂപ ഫസ്റ്റ് കോൾ ആൻഡ് ദ ബാലൻസ് ഓൺ ഫൈനൽ കോൾ. 2+3+3+ ബാലൻസ് എന്ന് പറയുമ്പോൾ 2 രൂപയാണ്. അപ്പോൾ ടോട്ടൽ 10 രൂപ. ദ കമ്പനി റിസീവ്ഡ് അപ്ലിക്കേഷൻ ഫോർ 2,50,000 ഷെയർസ്. കമ്പനി ഓഫർ ചെയ്തത് 2 ലക്ഷം ഷെയർസാണ്. പക്ഷേ പൊതുജനങ്ങളെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം ഷെയർസിനുള്ള അപ്ലിക്കേഷൻ കിട്ടി. ദ കമ്പനി ഫൈനലൈസ്ഡ് ദ അലോട്ട്മെൻറ്റ് ഓൺ rupees 2 lakh ഷെയർസ്. കമ്പനിക്ക് 2 ലക്ഷം ഷെയർ മാത്രമേ അലോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ആ 2 ലക്ഷം ഷെയറുകളും കമ്പനി അലോട്ട്മെൻറ്റ് നടത്തി ആൻഡ് റിജക്റ്റഡ് ദ അപ്ലിക്കേഷൻസ് ഫോർ 50,000 ഷെയർസ്. 50,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു, നിരസിച്ചു. ദ കമ്പനി ഡിഡ് നോട്ട് മേക്ക് ദ ഫൈനൽ കോൾ. കമ്പനി ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഫൈനൽ കോൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അടക്കേണ്ട ഒരു ഷെയറിന് 2 രൂപ വെച്ചിട്ടുള്ള എമൗണ്ട് കമ്പനി അടക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ല. ദ കമ്പനി റിസീവ്ഡ് ഓൾ ദ എമൗണ്ട് എക്സെപ്റ്റ് ഓൺ 2,000 ഷെയർസ് വെയർ കോൾ മണി ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. കമ്പനി ഈ 2 ലക്ഷം ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് 2,000 ഷെയറിനുള്ള അപേക്ഷകരൊഴിച്ച് ബാക്കി എല്ലാവരും മുഴുവൻ എമൗണ്ടും അടച്ചു. ഈ 2,000 ഷെയറിനുള്ള അപേക്ഷകർ എന്ത് ചെയ്തില്ല? കോൾ മണി അടച്ചില്ല. ഫസ്റ്റ് കോളിൻ്റെ എമൗണ്ട് 3 രൂപ. അഥവാ 2,000 ഇൻറ്റു 3 6,000 രൂപ കമ്പനിക്ക് കിട്ടാതെ പോയി. അതിനെ നമ്മൾ കോൾസ് ഇൻ അരിയർ എന്നാണ് പറയുക. ദ എബവ് എമൗണ്ട്സ് വിൽ ബി ഷോൺ ഇൻ ദ നോട്ട്സ് ടു ദ അക്കൗണ്ട്സ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് സൺറൈസ് കമ്പനി ലിമിറ്റഡ് ആസ് ഫോളോസ്. ഈ സംഭവങ്ങളെല്ലാം കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണുക? ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 4 lakh ഷെയർസ് ഓഫ് rupees 10 ഈച്ച്, rupees 40 lakhs. ഇതാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഈ 4 ലക്ഷം ഷെയർസിൽ നിന്ന് കമ്പനി പബ്ലിക് ഓഫർ നടത്തിയത് 2 ലക്ഷം ഷെയർസ് ഓഫ് rupees 10 ഈച്ച് ആണ്. അഥവാ 20 ലക്ഷമാണ് അതിൻ്റെ വാല്യൂ. ദെൻ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് എഴുതി നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത് സബ്സ്ക്രൈബ്ഡ് ബട്ട് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ്. പബ്ലിക് എന്ത് ചെയ്തിട്ടുണ്ട്? 2 ലക്ഷം ഷെയറിനുള്ള അപേക്ഷയും തന്നിട്ടുണ്ട്. അതിൽ 2,000 ഷെയർ ഹോൾഡേഴ്സിൻ്റെ 2 രൂപ ഒഴിച്ച് ബാക്കി എല്ലാ എമൗണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് എന്നാണ് പറയുക. ഫുള്ളി പെയ്ഡ് അപ്പ് അല്ല. എത്രയാണ്? 2 ലക്ഷം ഷെയർസ് ഓഫ് rupees 10 ഈച്ച്, rupees 8 കോൾഡ് അപ്പ്. 8 രൂപ അടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 10 രൂപ ഫേസ് വാല്യൂവിൽ 8 രൂപയാണ് കോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 16 ലക്ഷം രൂപയാണ്. പക്ഷേ അതിൽ തന്നെ ഒരു 2,000 ഷെയർ ഹോൾഡേഴ്സ് കോൾ മണി ആയിട്ടുള്ള 3 രൂപ, 2,000 ഇൻറ്റു 3 6,000 രൂപ അടച്ചിട്ടില്ല. ബാക്കി എമൗണ്ടാണ് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 15,94,000 രൂപയാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനിക്ക് യഥാർത്ഥത്തിൽ കിട്ടിയ ക്യാഷ് എന്ന് പറയുന്നത് ഈ 15,94,000 രൂപയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.